അപ്പോൾ എല്ലാവർക്കും മരങ്ങാടിൻ്റെ ഒരു പുതിയ വീട്ടിലോട്ട് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇവിടെ നല്ല തണുപ്പാണ്, അതാണ് നമ്മുടെ ഹുഡിയൊക്കെ ഇട്ടിരിക്കുന്നത്. നല്ല തെളിഞ്ഞ കാലാവസ്ഥ. സമയം ഒരു 7:45 8 മണിക്കായി വരുന്നു. ഇന്നലെയൊക്കെ ചെറുതായിട്ട് മഴ പെയ്തായിരുന്നു. ഇന്നലെ പകൽ എപ്പോഴും ഉണ്ടായിരുന്നു തോന്നുന്നു. സോ എനിവേ, ഇന്ന് എനിക്കൊരു ഓഫ് ഡേ ആണ്. സോ നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കൈൻഡ് ഓഫ് നല്ലൊരു അടിപൊളി ഒരു സംഭവം ചെയ്യാം. പിന്നെ ഇന്നത്തെ ഫുൾ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു നൈസ് ചെറിയൊരു അടിപൊളി വ്ളോഗ്. അപ്പം നേരെ വീഡിയോയിലെടുപ്പാം. നമുക്ക് നേരെ ബ്ലൈൻഡ്സ് ഒക്കെ ഓപ്പൺ ചെയ്യാം. സോ നല്ല അത്യാവശ്യം വെട്ടം, നമ്മൾ ലൈറ്റ് ഇടാതെ തന്നെ ഇവിടുന്നും ഒക്കെയുള്ള വെട്ടം വരും. അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് ഒരു ചായ കുടിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാം. ആക്ച്വലി ഞാൻ ഡെയിലി ചായ കുടിക്കാറില്ല, തോന്നുമ്പോഴൊക്കെ കുടിക്കും. അങ്ങനെ അത്ര സ്ട്രിക്റ്റായിട്ട് ചായ കുടിയില്ല, അങ്ങനത്തെ സംഭവമൊന്നുമില്ല കേട്ടോ. ചായ കുടിക്കാൻ തോന്നുമ്പം ചായ കുടിക്കും. അത് ഞാൻ മറ്റേ സ്കിം മിൽക്ക് ഇട്ട് ലാക്ടോസ് ഫ്രീ ആയിട്ടുള്ള മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. സോ സെയിം നമ്മുടെ സാധാ മിൽക്ക് പോലെ തന്നെ ഇരിക്കും, ബട്ട് ഒരുപാട് കൊഴുപ്പും സംഭവങ്ങളൊക്കെ എടുത്ത് കളഞ്ഞതാണ്. യെസ്. ടി വിയുടെ വൈഫൈ ഇതുവരെ ശരിയായിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ടി വിയിൽ അങ്ങനെ പ്രോപ്പറായിട്ട് അടിപൊളി ഇതൊന്നും കാണാൻ പറ്റില്ല, സിനിമയൊന്നും കാണാൻ പറ്റുന്നില്ല. ഫോണിൽ നിന്നുള്ള നെറ്റ് പടവായിട്ട് നല്ലോണം വലിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നല്ലോണം ഊറ്റുന്നുണ്ട്. അപ്പം ബ്രോഡ്ബാൻഡ് കണക്ഷൻ 28-ാം തീയതി വരത്തുള്ളൂ. അതായത് ഇപ്പം ഇന്ന് 25 എങ്ങാണ്ടായിട്ടുള്ളൂ. അപ്പോൾ 2 ദിവസം കൂടെ ഫൈൻ. അപ്പം നമ്മളത് ചായ കുടിച്ചിട്ട് നമ്മൾ കാർത്തിക് സൂര്യയുടെ ഒക്കെ വീഡിയോയും കണ്ടിങ്ങനെ ഇരിക്കുകയാണ് ടി വിയിൽ. നമുക്ക് വയ്യ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സെറ്റ് ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റ് ആക്ച്വലി ഞാൻ രാവിലെ 50 ഗ്രാം ഓട്സും 1 സ്കൂപ്പ് വേ പ്രോട്ടീനും ഒക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ കൂടെ ഒരു 4 എഗ് വൈറ്റ്സ്, അതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇന്ന് സാധാരണ ഓഫ് ഡേയ്സിലും സെയിം ആയിരിക്കും, സെയിം ഫുഡ് തന്നെ ആയിരിക്കും. അപ്പം ഇന്നിപ്പം ഒരു ദോശ കഴിക്കാൻ ആഗ്രഹം. സോ ഞാൻ കാണിച്ചു തരാം. നമ്മൾ നല്ല അടിപൊളി ദോശ, ഇത് ദോശ ബാറ്റർ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചാണ്. അപ്പോൾ നമ്മളിത് നല്ല സൂപ്പർ സുട ദോശ കഴിക്കാൻ പോകണമെങ്കിൽ ദോശയുണ്ട്, അതിൻ്റെ കൂടെ അടിപൊളി ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. നല്ല സൂപ്പർ ചിക്കൻ കറിയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ പരിപാടി. നല്ല വെട്ടം, നല്ല അത്യാവശ്യം സൂര്യനുണ്ട് ഇന്നിവിടെ. നമുക്ക് ചെറിയ ചെറിയ പരിപാടികളുണ്ട്. നമുക്ക് ചെറുതായിട്ടൊന്ന് എപ്സം വരെ പോകണം. എപ്സം മാർക്കറ്റ് ഉണ്ടെങ്കിൽ അതും ജസ്റ്റ് നിങ്ങളെ കാണിക്കാം. പിന്നെ നമുക്ക് ഉച്ച കഴിഞ്ഞ് നമുക്ക് ജിമ്മിൽ പോകണം. നമുക്ക് ഇന്നൊരു ബാക്ക് വർക്കൗട്ട് ഉണ്ട്, അത് ഞാൻ കഴിവതും ഇതിൽ ഉൾപ്പെടുത്താൻ നോക്കാം. സോ ഉച്ചയ്ക്ക് എന്താണ് എല്ലാ സംഭവങ്ങളും എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കൊച്ചു വ്ലോഗ്. ഇഷ്ടപ്പെടുന്നവർ കഴിവതും മുഴുവൻ കാണാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ ഈ വീടിൻ്റെ ഹോം ടൂർ പോലത്തെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ ജസ്റ്റ് അതൊന്ന് പോയി കാണുക. ഇതിന് ശേഷം ഈ സാധനം ഞാൻ നമ്മുടെ വിൻറ്റഡിൽ നിന്ന് തന്നെ വാങ്ങിച്ചതായിരുന്നു. ഇതിങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര ചീപ്പായിട്ട് തോന്നി. അത്യാവശ്യം സൈസ് ഉണ്ടെന്നാണ് തോന്നിയത്, പക്ഷേ ഇത് വന്നപ്പോൾ തീരെ ചെറുതായിപ്പോൾ. അതായത് നമ്മുടെ ഇത് ഈ ഒരു സൈസൊക്കെ ഉള്ളൂ, ഈ ബൗളൊക്കെ. അപ്പം ഇത് നമുക്കിന്ന് റിട്ടേണും ചെയ്യണം. അത്യാവശ്യം വലിയ കറിയൊക്കെ വെക്കാൻ ഓർത്ത് വാങ്ങിച്ചതാണ്. സോ ദിസ് ഹാസ് ടു റിട്ടേൺ ടുഡേ. അപ്പോൾ നമ്മളിത് പാക്ക് ചെയ്തു. ഇത് നമ്മളിനി എവിടെയായിരുന്നു നമ്മുടെ മറ്റേ ഈ വിൻറ്റഡ് പാഴ്സലൊക്കെ വരുന്നത് നമ്മൾ മോസ്റ്റ്ലി ഇവിടെ ഇമ്പോസ്റ്റ് എന്ന് പറഞ്ഞൊരു കൊറിയർ സർവീസ് ഉണ്ട്. യുകെയിലുള്ള അത്യാവശ്യം ആൾക്കാർക്ക് അറിയായിരിക്കും. അപ്പം അതുവഴിയാണ് ഈ വിൻറ്റഡ് എന്ന് പറഞ്ഞ ആപ്പിൻ്റെ മോസ്റ്റ്ലി ഒരു 70 to 80% ഓഫ് ഡെലിവറീസ് എല്ലാം അതുവഴിയാണ് ഫുൾഫിൽ ചെയ്യുന്നത്. ഈവൻ ഇപ്പം നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വിൽക്കാനുണ്ടെങ്കിലും റീസെല് ചെയ്യാൻ ബേസിക്കലി നമ്മൾ മോസ്റ്റ്ലി വിൻറ്റഡ് വിൻറ്റഡിലെ ഇമ്പോസ്റ്റ് വഴിയായിരിക്കും നമ്മൾ ഡെലിവറീസും എല്ലാം ചെയ്യുന്നത്. അതൊരു നല്ലൊരു സംഭവമാണ്. ഞാനിപ്പോൾ കാണിച്ചു തരാം. നമ്മൾ വേറെ ഈ പ്രിൻ്റഡ് ലേബലോ അങ്ങനത്തെ സംഭവമൊന്നും ചെയ്യേണ്ട. നമുക്ക് ജസ്റ്റ് നമ്മൾ ഡെലിവറി ഇൻഫർമേഷൻ പോലെ നമുക്കൊരു ബാർകോഡ് പോലെ കിട്ടും, അല്ലെങ്കിൽ നമ്പർ കിട്ടും. അത് നമ്മളിവിടെ ജസ്റ്റ് നമ്മൾ അടിച്ചു കൊടുക്കുമ്പോഴേക്കും നമുക്ക് നമ്മളിപ്പം അത്രയും വലിയ പാഴ്സൽ ആയതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു വലിയ കമ്പാർട്ട്മെൻറ്റ് ഓട്ടോമാറ്റിക്കലി തുറന്നു വരും. നമ്മൾ അതിനകത്ത് ജസ്റ്റ് ഇടുക,
അത് തന്നെ ഒരു 2 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ ആൾക്ക് ചെന്നോളും. അതാണ് സംഭവം. ഇനിമേ ഞാൻ ഇന്നത് ഡെമോ കാണിച്ചു തരാം. യാ, അപ്പോൾ ഗൈസ് ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. ദോശ ആൻഡ് 150 gram ചിക്കൻ കറി. നൈസ് അല്ലേ? ഞാൻ ചെറുതായിട്ട് മീശ ഒന്ന് ട്രിം ചെയ്തു. ക്ലീൻ ആയിട്ടിരിക്കുന്നത് എനിക്ക് എപ്പോഴും ഇഷ്ടം. കണ്ണിൻ്റെ ഇവിടെ ചെറിയ ഉറക്കക്ഷീണവും ഡസ്റ്റിൻ്റെ അലർജി എല്ലാം കൊണ്ട് ഇങ്ങനെ ആയിപ്പോയതാണ്. സോ ലെറ്റ്സ് ഹാവ് അവർ നൈസ് ബ്രേക്ക്ഫാസ്റ്റ്. കുറച്ച് ദോശ എടുത്ത് നല്ല ചിക്കനിലോട്ടങ്ങ് വെച്ചിട്ട് കഴിച്ചിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഗൈസ് ഇപ്പം നമ്മൾ ആദ്യം പോയി നമുക്ക് ആ ബോക്സ് റിട്ടേൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നേരെ എപ്സം പോവാം. അപ്പോൾ അവിടുത്തെ ചെറിയ ബാങ്കിൽ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. മേ ബി അവിടെ നിന്ന് നമുക്ക് എപ്സം മാർക്കറ്റ് കാണിക്കാൻ പറ്റുമെങ്കിൽ അതും കാണിക്കാം. അവിടെ മാർക്കറ്റ് ഓൺ ആണെങ്കിൽ ലെറ്റ്സ് സീ. യാ, സോ ലെറ്റ്സ് ഗോ ഔട്ട്. ഗൈസ് നല്ല വെട്ടമുണ്ട്. ഇന്നത്തെ കാലാവസ്ഥ ഇറ്റ്സ് പ്രിറ്റി ഗുഡ്. നല്ല രസമുണ്ട്. ഇപ്പം ഫോൾ സീസണും കൂടെ ആയതുകൊണ്ട് കണ്ടില്ലേ. ഗൈസ് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണത്. ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ ഒരു മെർസിഡീസിൻ്റെ ഷോറൂമൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അവിടെ കാണാം AMG എന്ന്. പിന്നെ ഇവിടെയാണ് ഞാൻ പറഞ്ഞ സെയിൻസ്ബറീസ് അത് ഇത് സംഭവങ്ങളെല്ലാം. സോ നമുക്കിപ്പോൾ ഇവിടുന്ന് ക്രോസ് ചെയ്ത് സെയിൻസ്ബറിയിലോട്ട് പോകാം. പിന്നെ വിക്കീസ് അങ്ങനത്തെ കുറച്ച് ഷോപ്സൊക്കെ ഉണ്ട്. ഈ കാണുന്ന മൊത്തം നമ്മുടെ സെയിൻസ്ബറീസിൻ്റെ പാർക്കിംഗ് കേട്ടോ. ഇത് മൊത്തം ഈ കാണുന്ന സെയിൻസ്ബറീസ് പെട്രോൾ പമ്പും ഉണ്ട്, കൂടെ അതിവിശാലമായ പാർക്കിംഗ്. ഇതാണ് സെയിൻസ്ബറീസ്. അപ്പം ഇതാണ് നമ്മുടെ ഇമ്പോസ്റ്റ് എന്ന് പറയുന്ന സാധനം. നമ്മൾ ഇവിടുത്തെ ഈ സ്ക്രീനിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അടിച്ചു കൊടുക്കും. നമുക്ക് ഓൾറെഡി ഡീറ്റെയിൽസൊക്കെ കിട്ടും. ഇത് അടിച്ചു കൊടുക്കുമ്പോഴേക്കും നമ്മുടെ ഇരിക്കുന്ന ഇപ്പം ഇത്രയും വലിയ പാഴ്സലായതുകൊണ്ട് ഇതിനനുസരിച്ചുള്ള ഇതിവിടെ തുറന്നു വരും. ഐ ഷോ യു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പാഴ്സൽ റിട്ടേൺ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കോഡ് 745 745 849 849 118. എന്നിട്ട് കൺഫേം കൊടുത്തു കഴിയുമ്പോഴേക്കും നമുക്ക് ലാർജ് മീഡിയം കൊടുത്ത് നോക്കാം. മീഡിയം കമ്പാർട്ട്മെൻറ്റ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഇവിടുന്ന് ഒരു കമ്പാർട്ട്മെൻറ്റ് തുറന്നു വരും. സോ ഗൈസ് ഇതിന് ഇത് മതിയായിരിക്കും. നേരെ ഇത് അടയ്ക്കുക. സോ അഗെയിൻ ഇവിടെ വന്നിട്ട് നമ്മൾ കൺഫേം ഫിനിഷ് കൊടുക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം ഇതായിരുന്നു നമ്മുടെ പരിപാടി. നേരെ ചുമ്മാ 2 മിനിറ്റ്. ഇപ്പോൾ മാക്സിമം ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇത്ര സമയം എടുത്തത്. അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ടും എടുക്കത്തില്ല. വെറും സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് സാധനങ്ങൾ ഇടാൻ പറ്റും. ഗൈസ് നമുക്ക് ഇവിടുന്ന് നടന്ന് വേണമെങ്കിലും എപ്സം പോവാം, ബസ് എടുത്തും വേണം എപ്സം പോകാം. ബസ് എടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു 2-5 മിനിറ്റ് മാക്സിമം. നമ്മൾ ആക്ച്വലി നടന്ന് നിന്ന് പോവാം. ഐ ഷോ യു ഇഫ് സംതിങ് കംസ് അറൗണ്ട്. നമ്മളിവിടുന്ന് നേരെ സ്ട്രേറ്റ് പോയാൽ മതി കേട്ടോ. വിശാലമായിട്ടുള്ള റോഡാണ്, വിശാലമായിട്ടുള്ള. നമ്മളങ്ങനെ എപ്സം ഹൈ സ്ട്രീറ്റിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് മഴയുണ്ടോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. നല്ലോണം മൂടിക്കിടക്കുന്നു. സോ എല്ലായിടത്തും ഹാലോവീൻ തീംസിലൊക്കെയാണ് സംഭവങ്ങൾ സെറ്റ് ചെയ്തത്. ഈ ആഴ്ച എങ്ങാണ്ടാന്ന് തോന്നുന്നു കേട്ടോ ഹാലോവീൻ. ദിസ് വീക്ക് 31. നല്ല തിരക്കുണ്ട്. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്ക് കാണും കേട്ടോ. ഈ വണ്ടി നമ്മുടെ പഴയ വീട്ടിലോട്ട് പോകുന്ന വണ്ടിയാണ്, 418. പഴയ വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലാവും ഈ സാധനം. അപ്പോൾ നമ്മൾ ബാർക്ലേസിൽ വന്നു. ബാർക്ലേസ് പിന്നെ ഇവിടെ പോയിട്ട് വരാം. ഗൈസ് ബാങ്കിൽ സ്റ്റക്കാണ്. ഇറ്റ് വിൽ ടേക്ക് സം ടൈം. ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ജസ്റ്റ് ഇനി ഇപ്പോൾ മൊത്തം എക്സ്പ്ലോർ ചെയ്ത് ഞാൻ കാണിക്കാം കേട്ടോ. ഗൈസ് നമ്മുടെ ഓറഞ്ച് ഉണ്ടോ, ഓറഞ്ച് സിട്രസ് കാമൻഡലിൻ, ഇതാണ് ഇതിൻ്റെ ഇത്. അങ്ങനെ ഇഷ്ടംപോലെ ഐറ്റം ഉണ്ട് കേട്ടോ ഇവിടെ. ഇതാണ് നമ്മുടെ ഇവിടുത്തെ B&M ഷോപ്പ്. അത് ഓറഞ്ച്.
സൂപ്പർ സാധനമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. പിന്നെ ഇഷ്ടംപോലെ ചെടി ഇഷ്ടമുള്ളവർക്ക് പറ്റിയ സ്ഥലം കേട്ടോ. ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് തിങ്സ് അറൗണ്ട്. പലതരത്തിലുള്ള റോസിന് 2 എണ്ണത്തിന് 5 പൗണ്ടാണ് ഗീസ്. 2 എണ്ണത്തിന് 5 പൗണ്ട്. ഫ്ലവറുള്ളത് മാത്രമല്ല കേട്ടോ, അത് ഇലച്ചെടികളും ഇഷ്ടംപോലെ ഉണ്ട്. ലൈവ് ബൊക്കകളുണ്ട്. നൈസല്ലേ? അതിനും അറൗണ്ട് 6 റുപ്പീസാണ്. അത്രയും എല്ലാത്തിനും റേറ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് വെരി നൈസ് ഹിയർ. കണ്ടില്ലേ? എല്ലാം നല്ല സൂപ്പറായിട്ട് കാണാൻ പറ്റും. നല്ല അടിപൊളി കളർ കേട്ടോ, നല്ല സൂപ്പർ കളർ. അതിലിഷ്ടമുള്ള കളർ എടുക്കാം. വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല അടിപൊളി തിരക്കുമുണ്ട്. ഞാൻ വിചാരിച്ചത്ര തിരക്കില്ല. പക്ഷേ നമ്മൾ ചെടി ചെറുതായിട്ട് ഫ്ലവർ ഷോപ്പിംഗ് നടത്തുന്നു. ഫ്ലവർ ഷോ. ചെടിപ്രാന്തിയാണ് കൂടെ, അതുകൊണ്ട് ഇഷ്ടംപോലെ ചെടികൾ നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. ക്യാബേജ് പോലെ ഇരിക്കുന്നല്ലേ? പക്ഷേ ക്യാബേജ് അല്ല, അതിനൊരു പേരുണ്ട് കേട്ടത്. ഇതാണ് എൻ്റെ പേര്. വായിക്കാൻ വന്നില്ല. നമ്മുടെ നാട്ടിലൊക്കെ കണ്ടത്തിൻ്റെ അല്ല, ഈ കിണറിൻ്റെ ഒക്കെ സൈഡിൽ ഇരിക്കുന്ന സാധനമല്ലേ ഇത്? അല്ലേ വൈസ്? ഇത് ചെറുത്, അതിൻ്റെ വലിയ ബൊണ്ണൻ സൈസിന് ഇരിക്കുന്നത് ഇത്. ഉയ്യോ, ഇത് സീൻ സാധനം. നല്ല ബൊണ്ണൻ സൈസിൽ. ഇതിൻ്റെയൊക്കെ കളർ കണ്ട? നിങ്ങൾക്ക് ആ കറക്റ്റ് കളർ കിട്ടുന്നുണ്ടോ എന്തോ? സൂപ്പർ കളർ കേട്ടോ. പൊളി. ഈ പൂക്കളും സംഭവങ്ങളൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ സമയം പോകാൻ എളുപ്പം കേട്ടോ. പ്ലാനിലൊരു ചെറിയ മാറ്റം. നമ്മൾ ആ കുഞ്ഞിതെല്ലാം അവിടെ വെച്ചിട്ട് ഈ വലുതെടുക്കാൻ തീരുമാനിച്ചു. ബിഗ് നല്ല വലുത് തന്നെ നോക്കിയെടുക്കാം. എന്ത് നൈസാന്ന് നോക്കിയാൽ അടിപൊളി മാസ്. നമ്മളാണ്ട് അതൊരു കളറും ഇതൊരു കളർ എടുത്തു. അത് കൊള്ളാം, അത് നൈസായിട്ടുണ്ട് കേട്ടോ. നല്ല സെറ്റ് സാധനം. ഇതുണ്ടത് പലതരം ചെടികളെല്ലാം കൂടെ ഒരു ഇതിനകത്താക്കി മിക്സ് ചെയ്ത് വെച്ചേക്കുന്നു. മിക്സ് ടബ് കൊള്ളാം, നൈസ്. ഇങ്ങനെ തൂക്കിയിടാൻ പറ്റിയ ഐറ്റം കേട്ടോ. അപ്പം അതും 2 കളറുണ്ട്. കണ്ടില്ല? ഇങ്ങനെ ഈ വിത്ത് കൊളുത്ത് എങ്ങനെ സെറ്റായിട്ടിരിക്കും കേട്ടോ. കൊള്ളാം. ഇത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇത് 5 പോട്ട്സ് 5 പൗണ്ട്സ്. ഇത് നമ്മൾ നൈസായിട്ട് എടുക്കും. ഇത് നമുക്ക് സെറ്റ് ചെയ്യാം. നല്ല പലതരം കളറുകൾ. അടിപൊളി സെറ്റ് സാധനം. നമ്മളപ്പോൾ ഈ കളറുകളൊക്കെ എടുത്ത് കേട്ടോ. അതെ, നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുവാണ്. പിന്നെ ഇവിടെ നോക്കുമ്പോൾ ഇങ്ങനത്തെ ബൽക്കലാവ സംഭവങ്ങളൊക്കെ കാണാം. സ്വീറ്റ്സ്, കഷ്യൂ തിങ്സ്. ഇവിടെ ചുറ്റും സ്റ്റോളുകളാട്ടോ, ചുറ്റും ഇല്ലേ, വുഡൻ ക്രാഫ്റ്റ് അങ്ങനത്തെ ഐറ്റംസ്. പിന്നെ ഇവിടെ ജൂവലേഴ്സ് അങ്ങനത്തെ സാധനങ്ങൾ, അവിടെ തുണികൾ സംഭവങ്ങളുണ്ട്. പിന്നെ ഇവിടെ ഫ്രഷായിട്ട്, ഫ്രഷാണോ ഫ്രോസൺ ഐസിട്ടായിരിക്കണം, ഫിഷുണ്ട്. ഇവിടെ ഇതൊരു ഫേമസ് ബുച്ചർ കേട്ടോ ഈ കാണുന്നത്. പിന്നെ അങ്ങനെ പിന്നെ നമുക്കിവിടെ ഫ്രഷ് ഫ്രൂട്ട് സ്റ്റാൾ ഉണ്ട് കേട്ടോ. ഫ്രൂട്ട് സ്റ്റാൾ അത്യാവശ്യം നൈസാണ്, നമ്മൾ വാങ്ങിക്കാറുള്ളതാണ് ഇടയ്ക്കിടയ്ക്ക്. ഇതിലൊരു മാങ്ങയുടെ വലുപ്പം കണ്ടോ, മാങ്ങ ഈസ് സോ ബിഗ്, നൈസാണ്. കണ്ടില്ലേ, തേങ്ങയുടെ സൈസുണ്ട്. ഫ്രഷ് സ്ട്രോബെറീസ് എല്ലാം. നമുക്കിവിടെ ഒരു ഫേവറേറ്റ് ഒരു ചൈനീസ് തായ് റെസ്റ്റോറൻ്റ് അല്ല, നമ്മുടെ ഇവിടുത്തെ ഒരു സ്റ്റോളാണ്. അവിടെ കാണിച്ചു തരാം. നമ്മുടെ ഈ പഴയ റെക്കോർഡൊക്കെ ഇരിക്കുന്നുണ്ടോ, ആ സ്റ്റോളിൽ ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ സ്പാനിഷ് പായല ഐറ്റംസ്. പായല അറിയാവുന്നവർക്കാണോ അറിയാം. ഇവിടെ ഓൺ ഫ്രൈസ് എന്ന് പറഞ്ഞൊരു ഫേമസ് ഫുഡാണ്. ഇത് ഈ സാധനം കണ്ടോ, അതായത് സോയ് ഗ്ലേസ് ചിക്കൻ. ഇത് നമ്മുടെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ്, കിട്ടില്ല സാധനമാണ്. നമ്മളിവിടെയൊക്കെ വരുന്ന സമയത്തൊക്കെ വാങ്ങിക്കാറുള്ളതാണ്. മേ ബി ഇപ്പം വിശക്കുന്നില്ല, പക്ഷേ ഐ വിൽ ടേക്ക് ഇറ്റ്
home maybe. I'll see. Guys, നമ്മളിത് ഈ സോയ് ഗ്ലേസ് ചിക്കൻ ലാർജ് പോർഷൻ 2 ടേക്ക് പറഞ്ഞു. ആസ് ഐ സെഡ്, ഇപ്പം വിശപ്പില്ല, അതുകൊണ്ട് നമ്മൾ വീട്ടിൽ ചെന്ന് അടിക്കാം. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്കത്തേനുള്ള ഫുഡും സെറ്റാവും. അതും ചിക്കൻ, റൈസ്, പിന്നെ സാലാഡ് വരും. അപ്പം നമ്മുടെ ഡയറ്റിലും, എൻ്റെ ഡയറ്റിലും റൈസും ചിക്കനും സാലഡുമാണ് ഉള്ളത്. സോ അതും സെറ്റാവും. പിന്നെ ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫേമസ് ആയിട്ടുള്ള, ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഓൺ ഫ്രൈസ് UK എന്ന് പറയുന്നത്. പിന്നെ ഈ കാണുന്ന സിയോളും അത്യാവശ്യം ഫേമസ് ആണ്. UKയിലുള്ളവർക്കൊക്കെ അത്യാവശ്യം കണ്ടിട്ടുള്ളതായിരിക്കണം. ഇതൊക്കെയാണ് ഇവിടുത്തെ. പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കില്ലെന്നേ ഉള്ളൂ കേട്ടോ, മൊത്തം ഓരോ കടകളിലും. ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല ചിലർക്ക്. നമ്മളതുകൊണ്ട് ഒത്തിരി അങ്ങോട്ട് ഇൻവോൾവ് ആകാതെ നമ്മുടെ സംഭവം റെഡിയാകും കേട്ടോ. ഇപ്പോൾ റെഡിയാകും. ഗൈസ്, ഹാലോവീനായിട്ട് ആൾക്കാർ ഡ്രസ്സൊക്കെ മാറി നടക്കുന്നുണ്ടോ? ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഇവിടെ ഈ ആഴ്ചകളിലൊക്കെ കാണാൻ സാധിക്കും. ഗൈസ്, അപ്പോൾ നമ്മുടെ ഫുഡ് കിട്ടി. വല്ലപ്പോഴും അല്ലോ കേട്ടോ. അപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഫുഡ്. ഇനി നമുക്ക് പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നുമില്ല. ഇനി നമ്മൾ ഇവിടുന്ന് പടിയാവാമെന്ന് വിചാരിക്കുന്നു. ഫ്രഷ് ബ്രിട്ടീഷ് എഗ്സ് ഒക്കെ വേണമെങ്കിൽ ഉണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഇത് സ്ഥലം കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ അത് ഫ്യൂ ഇയേഴ്സ് ബിഫോർ ആയിരുന്നു. നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ക്യാരറ്റ്, മത്തങ്ങ, കൊട്ടങ്ങ, ഓറഞ്ച് എല്ലാം ബ്രിട്ടീഷ് ഫാംസിൽ നിന്ന് വരുന്ന, അതായത് ഫ്രഷ് ഐറ്റങ്ങളാട്ടോ. ഫ്രഷ് ആയതുകൊണ്ട് അത്യാവശ്യം വിലയുണ്ട്. നമുക്ക് അത്യാവശ്യം വേണ്ടതെന്ന് തോന്നുന്നു മാത്രമേ ഉള്ളൂ നമ്മൾ ഇവിടുന്ന് വാങ്ങിക്കാറുള്ളൂ. ഇത്രയും വലിയ മാങ്ങയാണ്. മാങ്ങയ്ക്ക് 2 എണ്ണത്തിന് 3 ഉണ്ട്. അതായത് 2 എണ്ണം 100 രൂപ. പക്ഷെ അത് ഒരു ചക്കയുടെ സൈസുണ്ട് കേട്ടോ, അതുകൊണ്ടായിരിക്കണം. ജസ്റ്റ് B&M ഒന്ന് കയറി നോക്കാം, അവിടെ എന്തെങ്കിലും സംഭവങ്ങൾ വേണമെന്ന്. B&M നമ്മൾ വന്നിട്ടുള്ള കേട്ടോ, ഇതിനു മുമ്പ് നമ്മൾ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. A to Z ഐറ്റംസ് കിട്ടും. എല്ലാം വീട്ടിലോട്ട് വേണ്ട എല്ലാ ഐറ്റംസും കിട്ടും. പക്ഷേ ഇനി നമുക്ക് നേരെ വീട്ടിൽ ചെന്നിട്ട് കാണാം. എൻ്റെ ഫോണിൻ്റെ ചാർജ് അടിച്ച് പോകാറായി. ഞാനിപ്പോൾ ഓഫ് ചെയ്തില്ലെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോകും. അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നു, കുറച്ച് റെസ്റ്റ് എടുത്തു. പിന്നെ ഇവിടെ നമ്മൾ ചെടി പോട്ടിനകത്ത് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന ചെടി ഇങ്ങനെ പോട്ടിനകത്ത് ഒരു ഇതുണ്ടല്ലേ, ഇതുപോലത്തെ പോട്ട് ഇതിനകത്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഷെഡാണ്. അതിനകത്ത് ഇപ്പോൾ നമ്മളത് മണ്ണൊക്കെ നമ്മൾ ഓൾറെഡി വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഡിഡ് ദാറ്റ് വൺ. ആൻഡ് ബാക്കിയുള്ള 2-3 ചെടിയും കൂടെ ഉണ്ടെന്ന്, അത് കൂടെ നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മൾ വാങ്ങിച്ച ചെടി പകൽ വെളിച്ചത്തിൽ കണ്ടു. ഇതെല്ലാം കൂടെ നമ്മളിനി ഇതുപോലെ സെറ്റ് ചെയ്യണം. നമ്മളതിങ്ങനെ അടുപ്പിച്ച് തേത്തി ഇങ്ങനെ സെറ്റാക്കി വെച്ചു കേട്ടോ. ഒരെണ്ണം മിച്ചമുണ്ട്, അത് നമുക്ക് വേറൊരു കുഞ്ഞി പോട്ടിനകത്തുള്ള വെക്കാം. ഇപ്പം വെയിലിടുന്നിരിക്കുന്നു. ഇത്ര നേരം ഇടയ്ക്ക് മഴ പെയ്യും, പിന്നെ വെയിൽ വരും, പിന്നെ മഴ പെയ്യും. നമ്മൾ വാങ്ങിച്ച ചിക്കൻ റൈസ് ഇതായിരുന്നു കേട്ടോ, നൈസാണ്. നമുക്ക് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മൾ വർക്കൗട്ടിന് ഇറങ്ങി ജിമ്മിലോട്ടാണ്. ലാറ്റ്സ് വർക്കൗട്ടാണ്, അതായത് ബാക്ക് വർക്കൗട്ടാണ് ഇന്ന് ടോട്ടലി. സോ ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് നിൽക്കാനൊന്നുമില്ല. കാര്യം ഓരോരുത്തർക്കും ഓരോ വർക്കൗട്ട് ഡിസൈൻ ചെയ്യുന്നത് ഓരോരുത്തരുടെ ബോഡി അനുസരിച്ചായിരിക്കും. സോ ഞാനപ്പം ഒരുപാട് പഠിപ്പിക്കൽ രീതിയിലുള്ളതായിരിക്കത്തില്ല. നമ്മൾ ഡെയിലി നിങ്ങൾ കാണുന്നതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. So let's see how the workout goes. നല്ല കിടക്കാച്ചി വീട് സൗണ്ട് കേൾക്കുന്നുണ്ടോ? മൈക്ക് കണക്ട് ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ ജിമ്മിലെത്തി. നമ്മളിനി ആദ്യം കുറച്ച് വാമപ്പ് ചെയ്തിട്ട് നമുക്ക് നേരെ വർക്കൗട്ടിലോട്ട് തുടങ്ങാം. ഞാനിപ്പോൾ വർക്കൗട്ട് തുടങ്ങാൻ നേരത്തെ ഞാൻ വരാം. ജസ്റ്റ് വാമപ്പായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ എന്തൊക്കെ ചെയ്യേണ്ടത്. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെറ്റ് ലാറ്റ് തുടങ്ങണം. ഇതിൽ 4 സെറ്റ് 15 റെപ്പ്.
മാക്സിമം സ്ക്വീസ് ചെയ്ത് വിടുക, അതുപോലെ കൺട്രോൾ ചെയ്തടിക്കുക. സെറ്റ് ഓരോ വർക്കൗട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഇപ്പം ഇനിയിപ്പോൾ ബാക്കി 4 സെറ്റ്, ടോട്ടൽ 4 സെറ്റാണ്. അപ്പോൾ ഞാൻ ഈ ബാക്കി കാണിക്കുന്നില്ല, നിങ്ങൾക്കറിയാമല്ലോ. ഇവിടെ ലാറ്റ് പുൾ മെഷീൻ സെറ്റ്. നമുക്ക് ഇനി അടുത്തത് സിംഗിൾ ആം ഡംബൽ റോ ആണ്. നമ്മൾ സിംഗിൾ ഡംബൽ വെച്ചുകൊണ്ടുള്ള റോയിങ്. അപ്പോൾ നമുക്ക് അതിലോട്ട് പോകാം. റൈറ്റ്, അഞ്ച്, 6, 7. ഇത് അപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന കട്ടായിപ്പോയി. അത് നമുക്ക് 12 റെപ്പ് അടിക്കണം, ബോത്ത് സൈഡ് 6 സെറ്റ്. സോ നമുക്കത് കഴിഞ്ഞിട്ട് വന്നിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ഫൈനൽ സെറ്റ് ഒരു ഹെവി ആയിട്ട് ചെയ്യാം. So let's grab the heavy. 42. 1, 2, 5, 6, 7, 8. പത്തായപ്പോഴേക്കും കാറ്റ് പോയി. അടുത്തത് ഇവിടെയും കൂടെ നമുക്ക് 10 അടിക്കാമെന്നാ. ബോറടിക്കുന്നുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണം. ഇങ്ങനെയാണ് കേസ് വർക്കൗട്ട്. നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ സിംഗിൾ ആം ഡംബൽ റോ കഴിഞ്ഞു. നമുക്ക് സ്മിത്ത് മെഷീനിൽ ബാർബർ റോ ചെയ്യാം. സോ ഗൈസ്, ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ്. നമ്മൾ സ്ട്രാപ്സ് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. നേരെ ഒരു ഡിസൈഡ് പൊസിഷനിലോട്ട് കൊണ്ടുവരിക. കറക്റ്റ് വെയിറ്റ് എടുത്താൽ മതി. നമ്മൾക്ക് ഫോമാണ് മുഖ്യം. അപ്പോൾ നിങ്ങൾക്ക് പറ്റിയ വെയിറ്റ് എടുക്കുക. നേരെ ഇങ്ങനെ നിൽക്കുക. അതെ, ഷോൾഡർ ലെവലിൽ നിന്ന് ശക്കൽ അങ്ങോട്ട് ഇട്ടിട്ട് ചെസ്റ്റ് അപ്പ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 12. ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള സംഭവം. മാക്സിമം നമ്മൾ ബെൻഡായിട്ട് തന്നെ ഇരിക്കാൻ നോക്കുക. ലോവർ ബാക്കിന് പെയിൻ വരാതെ ചെയ്യാൻ നോക്കുക. ഓൾസോ കൂടുതൽ സ്ട്രെച്ച് വേണമെങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റെപ്പറൊക്കെ വെച്ച് നമുക്ക് നല്ല സ്ട്രെച്ച് ഫീൽ ചെയ്യിപ്പിക്കാം. അതും പറ്റുമെങ്കിൽ നോക്കട്ടെ. സ്റ്റെപ്പർ കിട്ടുവാണെങ്കിൽ ഞാനതും കാണിച്ചു തരാം. ഓൾറൈറ്റ്. സോ ഇതിൻ്റെ 12 നമ്പർ വെച്ച് 3 സെറ്റ്. നമുക്ക് സ്റ്റെപ്പർ യൂസ് ചെയ്ത്
എങ്ങനെ നല്ല സ്ട്രെച്ച് കിട്ടി ചെയ്യണം നോക്കാം. സ്ട്രെച്ച് 1 2 സ്ലോലി ഇറക്കുക. 4 5 6 സ്ട്രെച്ച് ചെയ്ത് പോട്ടെ. പമ്പ്. ഗൈസ് അടുത്തതായിട്ട് നമുക്ക് സീറ്റഡ് റോ ആണ്. കേബിളിൽ അത് ക്ലോസ് ഗ്രിപ്പിൽ. അത് നമുക്കൊരു 5 സെറ്റ് ഉണ്ട്, 15 റെപ്പ് വെച്ച്. സോ അതിനനുസരിച്ചുള്ള വെയിറ്റ് ഇട്ട് നമ്മുടെ ഫോമിൽ കോംപ്രമൈസ് ചെയ്യാതെ സെറ്റായിട്ട് ചെയ്യാൻ നോക്കുക. ഓൾറൈറ്റ്. അപ്പോൾ ഇവനെ അങ്ങ് ചുരുട്ടി എടുക്കുക. സ്ട്രാപ്പ് യൂസ് ചെയ്യാം എക്സ്ട്രാ സ്ട്രെച്ചിന് വേണ്ടി. ഓൾറൈറ്റ്. 1 2 3 4 മനസ്സിലാക്കിയല്ലോ. 6 stretch 8 stretch squeeze 'ഇതാണ് നമ്മുടെ സാധനം. മാക്സിമം സ്ക്യൂസ് ചെയ്ത് നല്ല സ്ട്രെച്ച് കൊടുത്ത് അടിക്കുക. കൈസപ്പോൾ നമ്മൾ വർക്കൗട്ടും കഴിഞ്ഞു, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കാർഡിയോയും കഴിഞ്ഞു. ആക്ച്വലി ഞാനിത് ഈ വീഡിയോ നേരത്തെ ഷൂട്ട് ചെയ്തായിരുന്നു. പക്ഷേ ഞാനത് കഴിഞ്ഞിട്ടാണ് ഞാൻ റിയലൈസ് ചെയ്തത് ഞാൻ മൈക്ക് ഓണാക്കാൻ മറന്നുപോയിരുന്നു. സോ നമുക്ക് അപ്പം ഇപ്പോൾ ഉള്ള പമ്പെല്ലാം പോയി കാണും. ഇപ്പോൾ ഈ ഇതെല്ലാം ഇച്ചിരിയും കൂടെ ഒക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. ഉള്ള പമ്പെല്ലാം പോയി ഗൈസ്. നമുക്ക് ഇന്ന് ബാക്ക് വർക്കൗട്ടായിരുന്നല്ലോ, അപ്പോൾ നമുക്ക് ബാക്ക് എങ്ങനെ നോക്കാം. കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലോ. ആപ്സ് കുറച്ചുകൂടി ക്ലിയർ ആക്കാനുണ്ട് ഗൈസ്. ബാക്കിയൊക്കെ നമ്മൾ സെറ്റായി വരുന്നു. ഒരു അർണോൾഡിൻ്റെ പോലത്തെ സാധനം നോക്കാം. കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലോ. സോ ഇതായിരുന്നു ഗൈസ് നമ്മുടെ വർക്കൗട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ വീട്ടിൽ പോകാം. നമുക്ക് ആക്ച്വലി വർക്കൗട്ടിന് മുമ്പിൻ്റെ ആയിരുന്നു 4Xും നമ്മുടെ ഓട്സൊക്കെ കഴിക്കാനുണ്ടായിരുന്നത്. അതിപ്പോൾ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് അത് കഴിക്കും. ആൻഡ് വൈകുന്നേരം ആക്ച്വലി എനിക്ക് 5 എഗ് വൈറ്റ്സും 100 ഗ്രാം ചിക്കൻ സാലഡാണ് ഡിന്നർ. ഇന്നൊരു ചീറ്റ് ഡേ ആയിട്ട് ഞാൻ കണക്കാക്കിക്കൊണ്ട് പിന്നെ ഡിന്നറിന് നമ്മൾ വേറെ എന്തെങ്കിലും കഴിക്കും മിക്കവാറും. കാര്യം എനിക്ക് ഈ ഒരു വീക്ക് ആനുവൽ ലീവ് ആയിരുന്നു. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഫുൾ സംഭവങ്ങളെല്ലാം കഴിയുവാണ്. സോ നെക്സ്റ്റ് വീക്കിലോട്ട് ഞാൻ പ്രോപ്പറായിട്ട് ജോലിക്ക് പോയി തുടങ്ങും. അപ്പോൾ എനിക്കിങ്ങനെ ഒന്നും കഴിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി ഇന്നൊരു നാടൻ ഫുഡ് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അറിയത്തില്ല, കഴിക്കുന്നത് ഞാനത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ പാക്കപ്പ് ചെയ്ത് ഇന്നത്തെ വർക്കൗട്ട് റാപ്പ് ചെയ്തിട്ട് നമുക്ക് നേരെ വീട്ടിൽ പോകാം. ഓൾറൈറ്റ്. അപ്പോൾ നമുക്കിനി നേരെ
സ്ട്രൈറ്റ് ഹോം. വിൻ്റർ ആയതുകൊണ്ട് നേരത്തെ ഇരുട്ടും. അപ്പോൾ മോസ്റ്റ്ലി ഔട്ട് സൈഡ് ഭയങ്കര ഇരുട്ടായിരിക്കും. I'll show you. See. ഇരുട്ടി, മൊത്തം ഇരുട്ടി ഗൈസ്, ടോട്ടൽ ഇരുട്ട്. അപ്പോൾ ഇനി ഇരുട്ടി, ഇനി കൂടുതലൊന്നും മൊത്തം ലൈറ്റും വണ്ടിയും ബഹളമൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വിൽ ടേക്ക് എ വാക്ക്. യെപ്പ്. വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോവാണെങ്കിൽ എന്നോട് സദയം ക്ഷമിക്കണം. ബിക്കോസ് ഞാൻ ഒരുപാട് വലിച്ചു നീട്ടാതെ മാക്സിമം കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇത്രയും വരുന്നത്. അപ്പം ഒന്നും തോന്നല്ലേ. ചിൽ ഗൈസ്. അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നു. നമ്മൾ മുട്ടയുണ്ട്, അതുപോലെ തന്നെ നമ്മളിത് ഓട്സും സെറ്റാണ്. അപ്പോൾ നമ്മൾ ഓട്സ് കഴിക്കും, അതിൻ്റെ കൂടെ തന്നെ 4 eggs, അതായത് 2 ഫുൾ എഗ്ഗും 2 എഗ്ഗിൻ്റെ വൈറ്റ്സും. ഓക്കെ, ഞാൻ പ്ലേറ്റ് ചെയ്തിട്ട് ഞാൻ കാണിക്കാം. ഓക്കെ ദേ നമ്മുടെ ഓട്സ് റെഡി. ഓട്സിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതിനകത്ത് 50 gram ഓട്സ് ഉണ്ട്, 1 scoop ഓഫ് വേ പ്രോട്ടീൻ ഉണ്ട്, പിന്നെ ഒരു ഹാൻഡ്ഫുൾ അല്ല, ഒരു 30 grams ഓഫ് ബ്ലൂബെറീസ്, പിന്നെ ഇത് നമ്മുടെ എഗ്ഗ്. ഈ എഗ്ഗിനകത്ത് കാണിച്ചു തരാം. ഇത് 2 ഫുൾ എഗ്ഗും 2 എഗ് വൈറ്റ്സുമാണ്. സോ ഇത് രണ്ടുമായിരിക്കും നമ്മളിപ്പം മീലായിട്ട് കഴിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്തിട്ട് ഒരു 2 hours കഴിഞ്ഞിട്ട് അറൗണ്ട് ഒരു 9 o'clock 9:30 ഒക്കെ, അല്ലെങ്കിൽ ഒരു 10 o'clock ആ ഒരു സമയമൊക്കെ ആകുമ്പോഴായിരിക്കും നമ്മുടെ ഡിന്നർ കഴിക്കുന്നത്. യൂഷ്വലി ഡിന്നർ ഞാൻ പറഞ്ഞ പോലെ തന്നെ സാലഡ്, ചിക്കൻ, 100 gram ചിക്കൻ ആൻഡ് 5 egg whites ആണ്. പക്ഷേ ഇന്ന് മേ ബി ഡിഫറെൻ്റ് ആയിട്ട്, മോസ്റ്റ് പ്രോബ്ലി. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം നമ്മളിത് ഈ ഫുഡ് ഇതിനകത്ത് ഇച്ചിരി ചിക്കൻ്റെ ചാറാണ് ഒഴിച്ചേക്കുന്നത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ നമ്മളിവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ നേരെ ഇവിടുന്ന് മേ ബി ബിഗ് ബോസ് വല്ലതും കാണും. നമുക്കിപ്പോൾ പ്രാന്തായിട്ട് തോന്നും, പക്ഷേ ഇവിടത്തെ എൻജോയ്മെൻറ്റ് എന്തൊക്കെയൊക്കെ എൻജോയ്മെൻറ്റ് ഇതൊക്കെ കാണുമ്പോഴൊരു രസമുള്ളൂ. അപ്പോൾ അതാണ് സംഭവം. നമ്മൾ പിന്നെ ഇവിടുത്തെ ഫാമിലി ഫോട്ടോ ആക്കി വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സാധനം ഉണ്ടല്ലോ, ഇത് നമ്മൾ വെച്ച് ക്രിയേറ്റ് ചെയ്തതാണ്. ഇത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവനൊന്ന് ഫിനിഷ് ചെയ്യട്ടെ. അപ്പോൾ ഗൈസ് നമ്മൾ ഡിന്നർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നാളെ മോർണിംഗിലത്തേനും പിന്നെ ഈവനിങ്ങിലത്തേനും വേണ്ടിയുള്ള നമ്മുടെ ഓവർനൈറ്റ് ഓട്സ് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ദിസ് ഇസ് ദ വൺ. അപ്പം 50 gram ഓട്സ് ഉണ്ട്, 1 scoop ഈച്ച് വേ പ്രോട്ടീൻ. ഇതിലും 50 gram. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ളതാണ് വിത്ത് 4 egg whites. ആൻഡ് ഇത് നമുക്ക് വൈകുന്നേരത്തേനുള്ളതാണ്, നാളത്തേനുള്ളത്. നമ്മൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് വെക്കണം. സോ ഇത് നമ്മുടെ ഡിന്നറാണ്. ആൻഡ് ദിസ് വൺ 5 ഇതിൻ്റെ എഗ് വൈറ്റ്സ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അഗെയിൻ നമ്മൾ ചിക്കൻ എടുക്കും. ആക്ച്വലി ഞാൻ കഴിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് നമ്മുടെ നാടൻ ഗോതമ്പ് പുട്ടാണ് കഴിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഒരു പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ ചിരവിയത് വാങ്ങിച്ചത് ഫ്രോസൺ ആയിരുന്നു. അതിപ്പോഴും ഫ്രോസൺ തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഓൾമോസ്റ്റ് സമയം 9:30-10 മണിയാകാൻ പോകുന്നു. അപ്പോൾ ഇനി ഇത് ഡീഫ്രോസ്റ്റ് ചെയ്ത് റെഡിയായി വരുമ്പം കുറച്ച് സമയം എടുക്കും. സോ മേ ബി നാളത്തേക്കോ അല്ലെങ്കിൽ അതൊരു അടുത്ത ഏതെങ്കിലും ഒരു ഓഫ് ഡേയ്സിൽ ഫ്രീ ഉള്ള ദിവസത്തേക്ക് വേണ്ടിയിട്ട് നമ്മളത് പോസ്റ്റ്പോൺ ചെയ്തു. സോ ഇന്നിപ്പോൾ ഞാൻ എഗ് വൈറ്റ്സും, യൂഷ്വലി എഗ് വൈറ്റ്സ് ആണ്, ഇനി എഗ് വൈറ്റ്സും ചിക്കനും, പിന്നെ അഥവാ എന്തെങ്കിലും കുറച്ച് ഗ്യാപ്പ് ഫില്ല് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ നമ്മളെ കുറച്ച് ബ്രിയോഷ് ബൺ ഇരിപ്പുണ്ട്. അത് മെയിൻലി ഞാൻ ഡിന്നറിന് കാർബ് ഒഴിവാക്കാൻ ശ്രമിക്കും. ഹോപ്പ്ഫുള്ളി ഇൽ ബി ഫുൾ ഇനഫ്. സോ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ ഈ കൊച്ചല്ല, അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ടെന്ന് തോന്നുന്നു. ഇതാണ് ഇന്നത്തെ നമ്മുടെ ദ ഡേ. ആൻഡ് ഹോപ്പ്ഫുള്ളി നാളെ ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഈ വീഡിയോ നമ്മളിപ്പോൾ അവസാനിപ്പിക്കും. ആൻഡ് നാളത്തെ വീഡിയോ ഹോപ്പ്ഫുള്ളി നമുക്ക് നാളെ രാവിലെ എണീറ്റ് പോകണം അത് എടുക്കണമെങ്കിൽ. അത് ചെയ്യാൻ പറ്റുമെങ്കിൽ നെക്സ്റ്റ് വീഡിയോ അതായിരിക്കും. സോ അതെന്താണെന്ന് അടുത്ത വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മതി. അത് നടന്നില്ലെങ്കിൽ ഞാൻ അതിൻ്റെ അടുത്ത വീഡിയോയിൽ എന്തായിരുന്നു സംഭവം എടുക്കാൻ ഉദ്ദേശിച്ചതെന്ന് ഞാൻ പറയാനുവേ. അപ്പോൾ ദിസ് ഇസ് ഇറ്റ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയ്ക്കാണ്ട് വെയിറ്റ് ചെയ്യുക. സോ ഇറ്റ്സ് മീ റിജു മരിങ്ങാടൻ സൈനിങ് ഓഫ് ഫ്രം UK.